എല്ലാവർക്കും സിനിമാ കഥയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത് ടി വാസുദേവൻ നിർമ്മിച്ച 1967 പുറത്തിറങ്ങിയ കൊച്ചിൻ എക്സ്പ്രസ് എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചിട്ടാണ്. പ്രേം നസീർ, ഷീല, അടൂർ ബാസി, ശങ്കരാടി, കൊട്ടാരക്കര ശ്രീധരൻ നായർ, ജി.കെ. പിള്ള മുതലായവരാണ് പ്രധാനപ്പെട്ട അഭിനേതാക്കൾ. ഈ സിനിമയുടെ കഥ വി ദേവന, സംഭാഷണങ്ങള് എസ്.എൽ. പുരം സദാനന്ദനാണ്, ഗാനരചന ശ്രീകുമാരൻ തമ്പി, പാടിയവര് കെ.ജെ. യേശുദാസ്, എസ്. ജാനകി, പി. ലീല, ദക്ഷിണാമൂർത്തി, ഉത്തമൻ, എൽ.ആർ. ഈശ്വരി മുതലായവരാണ് പാടിയിട്ടുള്ളത്. ഈ സിനിമ പിന്നീട് കന്നഡയില് ബാംഗ്ലൂർ എക്സ്പ്രസ് എന്ന പേരിലും, തെലുങ്കില് സർക്കാർ എക്സ്പ്രസ് എന്ന പേരിലും, ഹിന്ദിയില് ദി ട്രെയിൻ എന്ന പേരിലും, തമിഴില് നീലഗിരി എക്സ്പ്രസ് എന്ന പേരിലും റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ സിനിമ അന്നത്തെ കാലഘട്ടത്തിൽ എത്രത്തോളം ഹിറ്റായിരുന്നു എന്നും എത്രത്തോളം ആളുകൾ ശ്രദ്ധിച്ചിരുന്നു എന്നും മനസ്സിലാക്കാം. നമുക്ക് സിനിമയുടെ കഥാസംഗ്രഹത്തിലേക്ക് നമുക്ക് കയറാം. ആദ്യം കാണിക്കുന്നത് തന്നെ ഒരു ഹോട്ടലില് ശങ്കരാടിയുടെ മാധവ മേനോൻ എന്ന കഥാപാത്രത്തെയാണ്. മാധവ മേനോന്റെ കഥാപാത്രത്തെ കാണിക്കുമ്പോൾ മുന്നിൽ ഒരുപാട് ഗോൾഡ് ഉണ്ട്. മാധവ മേനോൻ ഈ ഗോൾഡ് ഒക്കെ മേടിച്ചിരിക്കുന്നത് മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ചെന്നൈയിൽ നിന്നാണ് ഇതൊക്കെ മേടിച്ചിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് അവിടെ വരാനുള്ള ഒരു ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ചെന്നൈയിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. പിന്നെ കുറച്ച് സംഭാഷണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനിടയിൽ നമ്മുടെ മാനേജറാണ് ജി.കെ. പിള്ള. ജി.കെ. പിള്ള അവിടെ വരുന്നുണ്ട്. ജി.കെ. പിള്ള വരുമ്പോ എന്തുവിധ സഹായങ്ങളും ചെയ്തു തരാമെന്നുള്ളതൊക്കെ പറയുന്നു. അദ്ദേഹത്തിന് അന്നത്തെ ദിവസം തന്നെ കൊച്ചിൻ എക്സ്പ്രസ്സിൽ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി പോകേണ്ടതുണ്ട്. അപ്പൊ അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു കൊടുക്കുന്നു. അപ്പോ മാധവ മേനോൻ അവിടെ നിന്നും യാത്ര തിരിക്കുകയാണ്, കൊച്ചിൻ എക്സ്പ്രസിലേക്ക് കയറാണ്. അപ്പോഴാണ് നമ്മുടെ അടൂർ ബാസിയുടെ എൻട്രി. ആ സമയത്താണ് അടൂർ ബാസി ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ട് വരികയാണ്. അവിടെയുള്ള തൊഴിലാളികളെ കൊണ്ടാണ് അടൂർ ബാസി അതൊക്കെ എടുപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് ട്രെയിനിൽ കയറാനുള്ള നേരത്തെ പുള്ളി ഒരു രൂപ എടുത്തു കൊടുക്കുമ്പോൾ പറയും, ഇത്രയധികം സാധനങ്ങൾ തന്നിട്ട് നിങ്ങൾ 1 രൂപയാണോ തരുന്നത് പറയും. എന്നാ ശരി, പൈസ വേണ്ട, എന്നാ വേണ്ട എന്ന് പറഞ്ഞ പുള്ളി അത് പോക്കറ്റിലേക്ക് ഇടുന്നു. താനെന്താണ് ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പിന്നെ വീണ്ടും പൈസ വേണമെന്ന് പറഞ്ഞിട്ട് 1 രൂപ വീണ്ടും കൊടുക്കുന്നു. ഇത്ര പോരാന്ന് പറയുമ്പോൾ അപ്പൊ അത് ആദ്യം തന്നെ പറയണ്ടേ, എന്തിനാ എല്ലാവരുടെയും സമയങ്ങളെന്ന് പറഞ്ഞിട്ട് പിന്നെ കാശ് കൊടുക്കുന്നു. പുള്ളി അകത്തേക്ക് കയറണം. അപ്പൊ ശങ്കരാടിയുടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ അടൂർ ബാസിയും ഇരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് അവിടേക്ക് ഒരു ലേഡി കടന്നു വരികയാണ്. ഞാൻ മനസ്സിലാക്കിയത് ആ ലേഡിയുടെ പേര് വിജയലളിത എന്നാണ്. ഓൺലൈനിൽ നിന്നാണ് എനിക്ക് ആ പേര് മനസ്സിലായത്. എത്രത്തോളം സത്യമാണ് എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ആ ലേഡി അടൂർ ബാസിയായിട്ട് കമ്പനി ആവുന്നു. അതായത് നമ്മുടെ ഉണ്ണിക്കണ്ണൻ നായരായിട്ട് കമ്പനി ആവുകയാണ്. അപ്പൊ അങ്ങനെ കമ്പനി ആവും. അപ്പൊ പേരൊക്കെ ചോദിക്കുമ്പോ കലാവതി എന്നുള്ള പേര് പറയുന്നുണ്ട്. എവിടെയാ വീട് എന്ന് ചോദിക്കുമ്പോൾ ആലുവയ്ക്കടുത്ത് ചേരാനല്ലൂര് ഭാരതീയ നൃത്ത കേന്ദ്രമുണ്ട് എന്ന് പറയുന്നത്, അവിടെയാണ് താമസം എന്നൊക്കെ പറയുന്നത്. അവർ നല്ല പരിചയം, നന്നായിട്ട് കമ്പനി ആവുന്നു. അതിനിടയിൽ അടുത്ത കമ്പാർട്ട്മെന്റില് ഒരു കോളേജിലെ പിള്ളേരെല്ലാരും കൂടിയിട്ട് നല്ല പാട്ടും നല്ല ഡാൻസും ഒക്കെ ആയിട്ട് ഇങ്ങനെ അവർ അടിച്ചു പൊളിച്ച് തിമിർത്ത് പോവുകയാണ്. അപ്പൊ അടൂർ ബാസിക്ക് ഇതൊരു ബുദ്ധിമുട്ട് പോലെയാവും. അപ്പൊ അദ്ദേഹം അവിടെ പോയി തന്നെ അവരോട് ഞാൻ വലിയ വീരവാദങ്ങളൊക്കെ അടിച്ചുവിടണം. അപ്പൊ കുട്ടികൾ ആദ്യം തന്നെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒന്ന് തിരിച്ച് കൂവി അടൂർ ബാസിയുടെ മറ്റേ നമ്മുടെ ഉണ്ണിക്കണ്ണൻ നായരുടെ ഡ്രസ്സൊക്കെ വലിച്ചു കീറി പറഞ്ഞു വിടുകയാണ്. അപ്പൊ അദ്ദേഹം ഈ ചമ്മി തന്റെ കമ്പാർട്ട്മെന്റിൽ വന്നിട്ട് ഇപ്പൊ ഞാൻ ഡ്രസ്സ് ഒന്ന് മാറ്റിയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരുന്നു. അപ്പൊ അടുത്ത സ്റ്റേഷൻ എത്തുന്ന സമയത്ത് നമ്മുടെ മാധവ മേനോന് ഭക്ഷണം ട്രെയിനിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോ ഈ ലേഡി പറയാണ്, ബുക്ക് ചെയ്തവർക്കാണ് ഭക്ഷണം കിട്ടുള്ളൂ, നമുക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കാം എന്ന് പറഞ്ഞു. 10 മിനിറ്റ് എന്തായാലും വണ്ടിയുടെ നിർത്തുമല്ലോ. ആയിക്കോട്ടെ എന്ന് പറയുന്നു. അവരങ്ങനെ പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കുന്നു. ആ കഴിക്കുന്ന ഇടയിൽ പെട്ടെന്ന് തന്നെ മണിയടി കേൾക്കുകയാണ്. അപ്പൊ വണ്ടി എടുക്കുകയാണ് എന്നുള്ളത് ഉണ്ണിക്കണ്ണൻ നായർ പറയുമ്പോൾ കലാവതി പറയാണ്, ഇല്ല, അത് ചെന്നൈയിലേക്കുള്ള വണ്ടിയാണ് എടുക്കുന്നത്, നമ്മുടെ വണ്ടിയല്ല എന്ന് പറയുന്നു. പക്ഷെ അപ്പോഴത്തേക്കും വെയിറ്റർ വന്ന് പറയുന്നുണ്ട്, അല്ല നിങ്ങളുടെ വണ്ടി തന്നെയാണ് പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഉണ്ണിക്കണ്ണൻ നായർ അവിടെ ഓടിയെത്തുമ്പോഴത്തേക്കും ട്രെയിൻ എടുത്തു. പക്ഷെ അതിനിടയിൽ തന്നെ ശങ്കരാടിയെ കൊട്ടാരക്കര ശ്രീധരൻ നായർ ആണ് വില്ലൻ കഥാപാത്രമായിട്ട് വരുന്നത്. അപ്പൊ അദ്ദേഹം വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന പൈസയൊക്കെ എടുത്ത് കടന്നു കളയുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ലേഡിയെ കാണാനില്ല. നമ്മുടെ അടൂർ ബാസി അവിടെ തന്നെ ഒറ്റയ്ക്ക് വിടണം. അപ്പൊ അങ്ങനെ തൊട്ടടുത്തുള്ള പോലീസിൽ വിവരം പറയുന്നു, വണ്ടി വിട്ടുപോയി എന്ന് പറയുന്നു. പക്ഷെ അടൂർ ബാസി ഇയാൾ മരിച്ചതൊന്നും കണ്ടിട്ടില്ല. അപ്പൊ തൊട്ടടുത്തുള്ള സ്റ്റേഷനിൽ ഞാൻ വിളിച്ച് അറേഞ്ച് ചെയ്തേക്കാം, നിങ്ങൾ അടുത്ത വണ്ടിയിൽ കയറി പോയിട്ട് അവിടുന്ന് സാധനങ്ങൾ കളക്ട് ചെയ്യാന്ന് പറയുന്നു. പക്ഷെ തൊട്ടടുത്തുള്ള സ്റ്റേഷനിൽ ഈ അടൂർ ബാസിയുടെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചുള്ള പോലീസ് അവിടെ എത്തുമ്പോഴത്തേക്കും അവിടെ ശങ്കരാടി മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോ അടൂർ ബാസിയാണ് എന്നുള്ളൊരു സംശയത്തിന്റെ മുകളില് അടൂർ ബാസിയെ നിരീക്ഷിക്കാൻ തൊട്ടപ്പുറത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയും. അപ്പൊ ഒരു പോലീസുകാരൻ എപ്പോഴും അടുത്ത് വന്ന് നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെയോ അടൂർ ബാസി അടുത്ത വണ്ടിയിൽ കയറി പറഞ്ഞ സ്ഥലത്ത് വന്നിറങ്ങുന്നു. അപ്പൊ തന്റെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി അവിടെ നിൽക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരനോട് എന്റെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വന്നാണെന്ന് പറഞ്ഞു. താങ്കളുടെ ആണോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ അവിടെ ചെന്നിട്ട് അടൂർ ബാസിയെ അറസ്റ്റ് ചെയ്ത്
പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ അവിടെ നമ്മുടെ പ്രേം നസീറിന്റെ രാജൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരു പോലീസുകാരനാണ്. പക്ഷെ യൂണിഫോമിലൊന്നും കാണിക്കുന്നില്ല, നല്ല കോട്ടും സൂട്ടൊക്കെ ഇട്ടുള്ള ഒരു കിടിലൻ ക്യാരക്ടറാണ്. അപ്പൊ എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നു. അപ്പൊ ഈ പ്രേം നസീറിന് മനസ്സിലാവുന്നുണ്ട് അടൂർ ബാസി നിരപരാധിയാണെന്ന്. പക്ഷെ പ്രേം നസീർ ഇദ്ദേഹത്തിനോട് പറയുന്നത്, രാജൻ ഇദ്ദേഹത്തിനോട് പറയാണ്, നിങ്ങൾ എന്തായാലും സഹകരിക്കേണ്ടി വരും, കാരണം നിങ്ങൾ മാത്രമേ ആ ലേഡിയെ കണ്ടിട്ടുള്ളൂ, അവരാണ് നമ്മുടെ ലീഡ് എന്ന് പറയുന്നു. ആയിക്കോട്ടെ സാർ എന്ന് പറയുന്നു. കുറച്ചിങ്ങനെ ഒരു പിന്നോട്ട് നിൽക്കുന്ന പോലെയൊക്കെ ഉണ്ടെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ വന്ന് പെട്ടുപോയില്ലേ എന്നുള്ളൊരു ഇതൊക്കെ വരുന്നു. അപ്പൊ ശരി എന്ന് പറഞ്ഞിട്ട് പ്രേം നസീറും ശങ്കരാടിയും ഈ പെൺകുട്ടി പറഞ്ഞു കൊടുത്ത അഡ്രസ്സിലേക്ക് പോവാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ അങ്ങനെ ഒരു പേരുള്ള ഒരു ലേഡി ഉണ്ട്, പക്ഷെ അത് അവരല്ല. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്, നമ്മുടെ അടൂർ ബാസിക്ക് മനസ്സിലാവുന്നത് നമ്മൾ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അതിനുശേഷം ശരി, നമുക്ക് എന്തായാലും ചെന്നൈയിലേക്ക് തിരിച്ചു പോകേണ്ടി വരും എന്ന് നമ്മുടെ രാജൻ പറയുന്നുണ്ട്. അപ്പൊ സാറേ, ഞാനിപ്പോ 15 ദിവസത്തിന് ശേഷം വീട്ടിലേക്ക് വന്നിട്ടല്ലേ ഉള്ളൂ, ഒരു 2 ദിവസമെങ്കിലും നിന്നിട്ട് പോയാൽ പ്രയോജനം. അപ്പൊ പ്രേം നസീർ ഉണ്ട്, അത് പറ്റില്ല, കാരണം നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ചെല്ലേണ്ടതുണ്ട്, അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരം നമ്മൾ കൊടുത്തുകൂടാ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നു. ശരി എന്നും പറയുന്നു. അപ്പൊ അങ്ങനെ പ്രേം നസീർ എന്തായാലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിക്കാമെന്നും പറഞ്ഞിട്ട് കാറിൽ മുന്നോട്ട് പോകുന്നു. അപ്പൊ അടൂർ ബാസി വേറൊരു സ്ഥലത്തെത്തുമ്പോൾ ഈ ലേഡി ഇറങ്ങി പോകുന്നത് കാണും. അപ്പൊ അങ്ങനെ പോകുമ്പോൾ നേരെ മുകളിൽ ഒരു ഹോട്ടൽ റൂമിലേക്ക് കയറി പോകുന്നതാണ് കാണും. അപ്പൊ റൂം നമ്പർ അവളറിയാണ്ട് അവളുടെ പുറകെ നടന്നിട്ട് റൂം നമ്പർ മനസ്സിലാക്കിയിട്ട് തിരിച്ചു താഴെ വന്നിട്ട് അടൂർ ബാസി വേറൊരു ഫോൺ ബൂത്ത് നിന്ന് നമ്മുടെ പ്രേം നസീറിനെ വിളിക്കുന്നു. ഇന്ന പോലെ ഒരു ലേഡി, നമ്മുടെ നേരത്തെ കണ്ട ലേഡി ഇവിടെ ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ അവിടേക്ക് പെട്ടെന്ന് തന്നെ പ്രേം നസീറിന്, പക്ഷെ അവൾ അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പൊ പിന്നീട് അന്വേഷിക്കുമ്പോൾ അറിയാൻ കഴിഞ്ഞത് തിരിച്ച് ചെന്നൈയിലേക്കുള്ള കൊച്ചിൻ എക്സ്പ്രസിൽ കയറിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവും. അപ്പൊ ഇവരെ പിടിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ പ്രേം നസീറും അടൂർ ബാസിയും കൂടി പെട്ടെന്ന് തന്നെ പോയി റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേക്കും വണ്ടി അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടാവും. വീണ്ടും അടുത്ത സ്റ്റോപ്പ് ചാലക്കുടിയിൽ നിന്ന് കയറാമെന്ന് പറഞ്ഞ് നേരെ ചാലക്കുടിയിൽ എത്തിയിട്ട് അവര് ട്രെയിനിൽ കയറണം. അപ്പൊ ഇവളിങ്ങനെ മൗസാൻ ക്യാറ്റ് കളിക്കുന്നുണ്ടായിരുന്നു, അതായത് ഇവരെ കാണുന്നുണ്ട് ഇവിടെ. അപ്പൊ ഓരോ സ്ഥലത്ത് മാറി ഇറങ്ങി പോവാണ്. അങ്ങനെ തൃശ്ശൂർ എത്തുന്ന സമയത്ത് ഇവൾ ആരും അറിയാണ്ട് റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവർക്ക് ഇൻഫോം ചെയ്യും, എന്റെ ഒപ്പം മറ്റേ ആള് അവരും നമ്മളെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്, പക്ഷെ എന്നെ കണ്ടിട്ടില്ല തോന്നുന്നുണ്ട്, എന്തായാലും ഞാൻ രാത്രി വണ്ടിക്ക് കയറി വരാമെന്ന് പറഞ്ഞിട്ട് കൊട്ടാരക്കര ശ്രീധരൻ നായരെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇവര് തിരിച്ച് ചെന്നൈയിൽ എത്തുന്നു. ചെന്നൈയിൽ എത്തുമ്പോ ഈ കൊട്ടാരക്കര ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം അതിനു മുമ്പ് തന്നെ ഇവര് ചെന്നൈയിൽ വെച്ചിട്ട് ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ ഇവർ ഇറങ്ങുമ്പോൾ തന്നെ ഇന്ന ഡേറ്റിൽ, ആ കൊല്ലപ്പെട്ട ഡേറ്റിൽ ആരൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ളത് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പോ ആ കമ്പാർട്ട്മെന്റിൽ ഇവര് ചോദിച്ച നമ്മുടെ കലാവതി എന്നുള്ള പേരൊന്നുമില്ല, പ്രിയംവദ എന്നുള്ള പേരാണുള്ളത്. അപ്പൊ മനസ്സിലായി, ഇവൾ ഓരോ സ്ഥലത്തും ഓരോ പേര് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പൊ അവിടുന്ന് കൊടുത്ത അഡ്രസ്സ് പ്രകാരം അവർ നേരെ പോകുന്നു. അവിടെ ലേഡീസ് ഹോസ്റ്റലിൽ വരുന്നു. അവിടെ ചെന്നിട്ട് ഒരു 2-3 പേരൊക്കെ ചോദിക്കുന്നു. അങ്ങനെയുള്ളവർ ആരും ഇവിടെ താമസിക്കുന്നില്ല എന്നുള്ളത് പറയുന്നു. അവർ തിരിച്ചുപോയി നമ്മുടെ ശങ്കരാടി ആദ്യം നിന്നിരുന്ന സെയിം ഹോട്ടലിലേക്ക് തന്നെ ആണ് ഇവര് താമസിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ റിസപ്ഷനിസ്റ്റ് ആയിട്ട് നമ്മുടെ ഷീല അവിടെയുണ്ട്. ഗീത എന്നാണ് ക്യാരക്ടർ. അപ്പൊ ഗീത ചോദിക്കുകയാണ് രാജനോട്, രാജന് എന്നെ മനസ്സിലാകുന്നു ചോദിക്കുന്നു. പെട്ടെന്ന് മനസ്സിലാവുന്നത്, ഓ ഗീത നീയോ എന്ന് ചോദിക്കുന്നു. അപ്പൊ അതെ, ഞാൻ ഇവിടെയാണ് എന്റെ ജോലി എന്ന് പറയുന്നു. ഓക്കെ. അപ്പൊ രാജനോട് ചോദിക്കണം, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്ന് നോക്കുന്നത്? അപ്പൊ ആള് പറയുന്നത്, ഞാനൊരു മെഡിക്കൽ റെപ്പാണ്, എനിക്ക് ഇവിടെ ഒരു ചെറിയൊരു ആവശ്യത്തിന് വന്നാണോ. ആയിക്കോട്ടെ പറയുന്നു. അങ്ങനെ 2 റൂം എടുക്കുന്നു. അത് ഡബിൾ റൂം ഇല്ലാത്തതുകൊണ്ട് തന്നെ 2 റൂം എടുക്കുന്നു. അപ്പൊ അങ്ങനെ അവരുടെ റൂമിലേക്ക് പോകുന്നു. പക്ഷെ ആ സമയത്ത് ചെറിയൊരു കോമഡി ഒക്കെ ഉണ്ട്. ഒന്ന് റെസ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും മറ്റേ കൊട്ടാരക്കര ശ്രീധരൻ നായർ അവിടെ വന്നിട്ട് ഇവനെ ഭീഷണിപ്പെടുത്താണ്. പെട്ടെന്ന് തന്നെ പൊക്കോണം, നീ അവളെ കാണിച്ചു കൊടുക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇല്ല എന്നൊക്കെ പറയണ്ട, അല്ലെങ്കിൽ നിന്നെ ചുട്ടുകളയുന്നുള്ള ഒരു ഭീഷണിയൊക്കെ ഉണ്ട്. ഇതിനിടയിൽ ഷീല പ്രേം നസീറിനെ കാണാൻ വരുന്നുണ്ട്, അവരുടെ രജിസ്റ്ററിൽ പേരൊക്കെ ചെയ്യൊക്കെയാണ്. അപ്പൊ തൊട്ടടുത്ത ദിവസം ഭക്ഷണം അവിടുന്ന് ആവാമെന്നാണ് പറയുന്നത്. ആ സമയത്താണ്, ഭക്ഷണം കഴിക്കാൻ പോയ സമയത്താണ് ഇവിടെ ഇങ്ങനെയുള്ളൊരു വിഷയങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ അങ്ങനെ പ്രേം നസീറും അടൂർ ബാസിയും കൂടിയിട്ട് പിന്നെയും ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ പ്രേം നസീറിന് സംശയം വരികയാണ്, ഈ GK പിള്ളയുടെ ക്യാരക്ടറിനോട് ഒരു സംശയം വരികയാണ്. കാരണം അടൂർ ബാസി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, എങ്ങനെ, അതായത് അടൂർ ബാസിനെ പേടിപ്പിച്ചു വിട്ടപ്പോ അടൂർ ബാസി തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ആകെ ഒരു പരിഭ്രമിച്ചിട്ട്. അപ്പൊ ആ പ്രേം നസീർ വന്നിട്ട് ധൈര്യം കൊടുക്കുന്ന സമയത്ത് അടൂർ ബാസി ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് പൂട്ടിയിട്ട റൂമില് ആൾ ഉള്ളുന്ന ഒരു കേടുപാടും കൂടി പോലും വരാണ്ട് ചോദിക്കുന്നുണ്ട്. അത് ശരിയാണെന്ന് പറഞ്ഞതിന് ശേഷം GK പിള്ളയുടെ ക്യാരക്ടറിനോട് നമ്മുടെ പ്രേം നസീറിന് ഒരു സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കെ വീണ്ടും ഒരു ദിവസം രാത്രി പ്രേം നസീർ നോക്കുന്ന സമയത്ത് പ്രേം നസീറിന് വീണ്ടും കൊട്ടാരക്കര ശ്രീധരൻ നായർ അവിടെ റൂമിലേക്ക് വരികയും അവിടെ വെച്ചിട്ട് ഒരു സംഘർഷം ഉണ്ടാവുകയും
പെട്ടെന്ന് കൊട്ടാരക്കര ശ്രീധരൻ നായർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വില്ലൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ ഹോട്ടലിന്റെ ഗ്ലാസ് പൊട്ടിച്ച് കളഞ്ഞിട്ട് പുറത്തേക്ക് ചാടിയിട്ട് കാറിൽ പോവാണ്. അപ്പൊ നമ്പർ പ്രേംനസീർ നോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ തിരിച്ചു വരുമ്പോൾ അടൂർ ബാസി അവിടെ കാണാനില്ല. അപ്പൊ എവിടെ പോയി നോക്കുന്ന സമയത്ത് കൊട്ടാരക്കര ശ്രീധരൻ നായർ പുള്ളിനെ കടത്തിക്കൊണ്ട് പോവാണ്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഈ കാർ നമ്പർ വെച്ചിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് മൊത്തം ചേസ് ചെയ്യുന്ന സമയത്ത് അതിൽ വേറൊരു ഡ്രൈവറാണ്. അപ്പോൾ കാളവണ്ടിയിൽ കയറ്റിട്ട് ഇയാളെ വേറെ രഹസ്യ സംഘത്തിലേക്ക് കൊട്ടാരക്കര ശ്രീധരൻ അടൂർ ബാസിയെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഇതൊരു ഈ കാർ ഡ്രൈവർ ഇവരുടെ ആളാന്ന് ഇവർക്ക് മനസ്സിലാവുന്നു. അങ്ങനെ പിന്നെ കുറച്ച് സംഭവങ്ങളും കൂടിയൊക്കെ ഉണ്ട്. അപ്പൊ അതിനിടയിൽ ഇവരുടെ രഹസ്യ സങ്കേതം പ്രേംനസീർ കണ്ടുപിടിക്കുന്നു. അവിടെ ചെല്ലുന്നു. അവിടെ ചെറിയൊരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഫൈറ്റിൽ ചെറിയൊരു കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടുന്ന് അടൂർ ബാസിയെ അവിടുന്ന് രക്ഷിക്കുകയാണ്. അങ്ങനെ രക്ഷിച്ചിട്ട് വീണ്ടും ഒരു റീക്രിയേറ്റ് ചെയ്യാണ് സെയിം സംഭവം തന്നെ. അതായത് ഇവര് വേഷം മാറുന്നു. ഏറ്റവും വലിയ പണക്കാരനായിട്ട് ശങ്കരാടിയും ആയിട്ട് വീണ്ടും അതേ അതേ ഹോട്ടലിലേക്ക് വരികയാണ്. അപ്പൊ അതേ ഹോട്ടലിൽ വരുന്നു. എന്നിട്ട് സെയിം ഞാൻ വീണ്ടും കൊച്ചിൻ എക്സ്പ്രസിൽ എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരാൻ പറയുന്നു. അപ്പൊ അതേപോലെ പോകുമ്പോൾ തന്നെ ശങ്കരാടിക്ക് ഉണ്ടായ സെയിം അനുഭവത്തിലേക്ക് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. അതായത് അതേ സംഭവം ഇവിടെ അവര് റീക്രിയേറ്റ് ചെയ്തു. അപ്പൊ അതേപോലെ തന്നെ ആ ലേഡി അവിടെ വരുന്നു, അവിടെ ഇരിക്കുന്നു. അപ്പൊ അവിടെ ഇങ്ങനെ ഒരാളിങ്ങനെ പേപ്പറൊക്കെ വായിച്ചിരിക്കുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്. അപ്പൊ അടൂർ ബാസി വിടുന്നു. അതായത് വേഷപ്രസന്നരായിട്ടാണ് അവരിരിക്കുന്നത്. അപ്പൊ ഇവളിങ്ങനെ വന്നിരുന്നിട്ട് ആ പേപ്പർ വായിക്കുന്ന ആളെ ഇങ്ങനെ തട്ടി ഹലോ ഹേയ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തട്ടി നോക്കുന്നു. അനങ്ങുന്നില്ല. അപ്പൊ അടൂർ ബാസി ഇങ്ങനെ ഇരുന്നിട്ട് ഉവ്വ എന്നുള്ളൊരു മട്ടിലൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് എനിക്ക് ആ പേപ്പറിന്റെ ഷീറ്റ് ഒന്ന് തരാമോ എന്ന് ആ പെൺകുട്ടി ചോദിക്കുന്ന സമയത്ത് അതിനെന്താ തരാലോ എന്ന് പറഞ്ഞു നോക്കണം. അത് നമ്മുടെ പ്രേംനസീറാണ് വേഷം മാറിയിട്ട് നിൽക്കുന്നത്. ചതകോടീശ്വരനെ പോലെ ഒരു വേഷത്തിലേക്കാണ് നിൽക്കുന്നത്. കൊടുക്കുന്നു. അപ്പൊ വീണ്ടും അവര് തമ്മിൽ കമ്പനിയായിട്ട് വർത്താനം പറയുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ സെയിം നേരത്തെ അടൂർ ബാസിക്ക് ഉണ്ടായിരുന്ന സെയിം ഒരു സിറ്റുവേഷൻ തന്നെ ഒരു ഹോട്ടലിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാന്ന് പറയുന്നു. ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഈ പെണ്ണിന് മനസ്സിലാവുന്നു. അതായത് നമ്മുടെ ഹേമലത അല്ലെങ്കിൽ പ്രിയംവദ അങ്ങനെയുള്ള XY ആ ഒരു ക്യാരക്ടറിന് മനസ്സിലാവുന്നു താൻ പോലീസുകാരാൽ ചുറ്റപ്പെട്ടിട്ടുണ്ടെന്ന്. അങ്ങനെ അവിടുന്ന് മുങ്ങാണ്. ആ മുങ്ങണ സമയത്ത് പെട്ടെന്ന് വേറെ സ്ഥലത്ത് കൂടെ വന്നിട്ട് പ്രേംനസീർ ഇവളെ കയ്യിൽ കയറി പിടിക്കണം. അപ്പൊ എന്ത് വൃത്തിയായിട്ടാണ് കാണിക്കുന്നത്? ഒന്നുമില്ല, അതൊക്കെ പെട്ടെന്ന് നിനക്ക് മനസ്സിലായിക്കോളും എന്ന് പറയും. അപ്പത്തേക്കും പിന്നെ 2 പോലീസുകാർ അവിടെ വരുന്നു. അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ അപ്പൊ 2 പോലീസുകാരെ ഫ്രണ്ടിൽ കൂടെ പോകുന്നു. തൊട്ട് പുറകിൽ ഇവിടെ നടക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇവളൊരു ഗുളിക എടുത്തിട്ട് കഴിക്കുകയാണ്. കഴിച്ച് കുറച്ച് നടക്കുമ്പോഴത്തേക്കും തലയിറങ്ങി വീഴുകയാണ്. അപ്പോഴത്തേക്കും പോലീസുകാരിങ്ങനെ പിടിക്കുന്നു. അപ്പൊ പ്രേംനസീർ പെട്ടെന്ന് അവിടെ നിന്ന് എന്ത് പറ്റും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു പറയുമ്പോൾ പെട്ടെന്ന് ഇവള് പറയാണ് ഹോസ്പിറ്റലിലേക്ക് ഒന്നും എന്നെ കൊണ്ടുപോകണ്ട, എനിക്കൊരു കാര്യം മാത്രം ചെയ്താൽ മതി, ഞാൻ എന്തായാലും ഇപ്പൊ മരിക്കും, എനിക്ക് രാജേട്ടനോട് എന്റെ അന്വേഷണം പറഞ്ഞാൽ മതി, ഞാൻ ഒരിക്കലും ചതിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല എന്നുള്ളത് പറഞ്ഞാൽ മതി. അപ്പൊ ഇയാൾ ചോദിക്കുന്നത് രാജനെ നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിക്കും. പറഞ്ഞാൽ പറയും. അപ്പൊ പെട്ടെന്ന് താടിയും മീശയൊക്കെ വെച്ചറിയുമ്പോ പെട്ടെന്ന് വിളി ഞെട്ടുകയാണ്. അപ്പൊ എങ്ങനെ അറിയുന്ന ചോദിക്കുമ്പോൾ അവളുടെ മുഖം മൂടി വലിച്ചൂരിക്കളയാണ്. അത് നമ്മുടെ ഷീലയുടെ കഥാപാത്രമാണ്. അപ്പൊ പെട്ടെന്ന് ഇവര് ഈ രാജനും ഞെട്ടുകയാണ്. ഷീലനെ ഇവരൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ അവര് മരിച്ചു. അപ്പൊ അതേ സമയത്ത് തന്നെ കൊട്ടാരക്കര ശ്രീധരൻ നായർ അവിടെ നമ്മുടെ വേണ്ടിയിട്ട് അപ്പൊ അവിടെ ചെറിയൊരു കോമഡി രംഗങ്ങളൊക്കെ ഉണ്ട്. പ്രേംനസീർ പെട്ടെന്ന് ട്രെയിനിൽ തൂങ്ങി പിടിച്ച് അകത്ത് കയറിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു ഫൈറ്റ് സീൻ നടക്കുന്നു. അപ്പൊ അങ്ങനെ കൊട്ടാരക്കര ശ്രീധരൻ നായരെ അറസ്റ്റ് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിൽ കൂടെ നടക്കുന്ന സമയത്ത് മുകളിൽ ഒരാൾ വന്നിട്ട് വെടിവെച്ചിട്ട് കൊട്ടാരക്കര ശ്രീധരൻ നായരെ കൊല്ലും. അത് നോക്കുന്ന സമയത്ത് അത് നമ്മുടെ GK പിള്ളയാണ്. അങ്ങനെ അടൂർ ബാസിയും പ്രേംനസീറും കൂടി ചേസ് ചെയ്ത് ഇയാളെ പിടിക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു. അതോടുകൂടി ഞാൻ വീണ്ടും പോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടൂർ ബാസി പിരിയുന്നു. സിനിമ അവിടെ വെച്ചിട്ട് അവസാനിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ല രസമുള്ള ഒരു മൂവിയാണ്. ഞാൻ യൂട്യൂബിൽ നിന്നാണ് കണ്ടത്. നല്ല പാട്ടുകളായിരുന്നു. നമ്മള് പ്രേംനസീറിന്റെ ഒക്കെ ആ ഒരു ഭംഗി ഒന്നും പറയാനില്ല. ഇപ്പൊ ഗംഭീര രസമായിരുന്നു. എനിക്ക് അടൂർ ബാസിയുടെ പ്രകടനങ്ങൾ നല്ല രസമായിരുന്നു. അല്ല നമുക്ക് അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ ഈ ഒരു 4-5 ഭാഷയിലേക്ക് മൊഴിമാറ്റം എന്താ പറയാ ഈ ചിത്രം റീമേക്ക് ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാവും. എനിവേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പൊ ശരി, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.